സമീപകാലത്ത് ബ്രസീൽ ഫുട്ബോൾ ടീമിന്റെ പ്രകടനം ആർക്കും വിശ്വസിക്കാനാവാത്ത വിധം പരിതാപകരമാണ്. ലോകകപ്പിൽ ക്വാർട്ടറിൽ പുറത്തായ ബ്രസീൽ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലും അഴയുകയാണ്. ഇപ്പോഴത്തെ കോപ്പ അമേരിക്കയിലും ബ്രസീൽ ക്വാർട്ടറിൽ പുറത്തായിരിക്കുന്നു. നിർണായക പോരാട്ടത്തിൽ ഉറുഗ്വേയോട് ഷൂട്ടൌട്ടിൽ തോറ്റ് മടങ്ങേണ്ടി വന്നതിന് പിന്നാലെ വിമർശനങ്ങൾക്കൊപ്പം വിവാദവും ബ്രസീലിനെ തേടിയെത്തിയിരിക്കുകയാണ്. മത്സരം നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം. ഷൂട്ടൌട്ടിനൊരുങ്ങുമ്പോൾ ടീം അംഗങ്ങൾ തന്ത്രം മെനയാൻ പരസ്പരം വലയം തീർത്തപ്പോൾ പരിശീലകൻ ഡോറിവൽ ജൂനിയറിന് അതിൽ ഇടം ലഭിച്ചില്ല. ടീം അംഗങ്ങൾ വട്ടം കൂടി നിന്നപ്പോൾ അതിൽ കയറിക്കൂടാനാവാതെ കോച്ച് പുറത്തു നിൽക്കുന്നതിന്റെയും നിർണായക ഘട്ടത്തിൽ പരിശീലകനെ താരങ്ങൾ ഗൗനിക്കാത്തതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. അതേസമയം ഉറുഗ്വേ പരിശീലകൻ മാർസലോ ബിയൽസ ടീം വലയത്തിനുള്ളിൽ നിന്ന് താരങ്ങൾക്ക് കൃത്യമായി വിശദീകരണം നൽകുന്നതും വീഡിയോയിലുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് വ്യാപക വിമർശനമുയർന്നത്. ഇതോടെ പരിശീലകൻ ഡോറിവൽ തന്നെ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ്. തന്റെ അധികാരത്തിന് ടീം അധികൃതരോ താരങ്ങളോ എപ്പോഴെങ്കിലും തടസ്സം നിന്നതായി തനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കളിക്കാരുമായി ഇതിന് തൊട്ടുമുമ്പ് സംസാരിച്ചതിനാൽ സ്വയം മാറി നിൽക്കുകയായിരുന്നു. മത്സരത്തിൽ ഷൂട്ടൌട്ട് സാധ്യത മുന്നിൽ കണ്ട് ഞങ്ങൾ അതിനായി പരിശീലിച്ചിരുന്നെന്നും ആദ്യ 5 കിക്കെടുക്കുന്നവരെ നേരത്തെ തീരുമാനിച്ചിരുന്നെന്നും കോച്ച് വ്യക്തമാക്കി. പരിശീലകന്റെ വാദം ശരിവെച്ച് ടീമിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ മാർക്കിന്യോസും രംഗത്തെത്തി. അസിസ്റ്റന്റ് കോച്ച് ലൂക്കാസ് കാര്യങ്ങൾ വിശദീകരിക്കാൻ വലയത്തിനുള്ളിൽ ഉണ്ടായിരുന്നെന്ന് താരം ചൂണ്ടിക്കാട്ടി. പെനാൽറ്റിയിൽ പരിശീലിക്കുന്ന സമയത്ത് ലൂക്കാസ് ആണ് കൂടുതൽ ഇടപെട്ടിരുന്നത്. വലയത്തിനുള്ളിൽ നിന്ന് അദ്ദേഹമാണ് തീരുമാനങ്ങൾ അറിയിച്ചത്. പരിശീലകൻ പുറത്തു നിന്നെങ്കിൽ സഹപരിശീലകൻ അതിനുള്ള അധികാരം നൽകിയ ശേഷമാണെന്നും മാർക്കിന്യോസ് വിശദീകരിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.